കയറി വരാം. ആ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എടോ എബി, ഇന്നലെ തന്റെ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തന്നോട് വലിയ ബഹുമാനം തോന്നി. രാത്രി മുഴുവൻ ഞാൻ തന്നെ കുറിച്ച് ആ കുട്ടികളെ കുറിച്ചാണ് ചിന്തിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? താനൊരു ക്രൂരനാണെന്നാ. വലിയ ത്യാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് താൻ ഈ ചെയ്യുന്നതൊക്കെ ശുദ്ധ ക്രൂരതയാണെന്നാ. മനസ്സുകൊണ്ട് താനത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പ്രവൃത്തി കൊണ്ട് ഫലത്തിൽ അതാണ് സത്യം. എടോ, തെരുവിൽ തന്നെ ദത്തെടുത്തിട്ട് തന്റെ ഡാഡി എന്താ ചെയ്തത്? തലയിലൊരു കോമാളിത്തൊപ്പിയും വെച്ച് കയ്യിലൊരു ചെണ്ടയും പിച്ചപ്പാത്രമായിട്ട് തെരുവിലേക്ക് ഇറക്കി വിട്ടോ തെണ്ടാൻ? ഇല്ല. അങ്ങേര് തന്നെ 4 അക്ഷരം പഠിപ്പിച്ചു, വിവരം ഉണ്ടാക്കി. ആ സ്ഥാനത്ത് താൻ ഈ പാവം കുട്ടികളോട് ചെയ്യുന്നതോ? അത് 1ഉം 2ഉം അല്ല. പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷേ നിവർത്തിയില്ല. എങ്ങനെ ഉണ്ടാവും? നാട് മുഴുവൻ നടന്ന് കളിച്ചാൽ തന്നെ 3 നേരത്തേക്കുള്ള വക കഷ്ടിയല്ലേ കിട്ടൂ. ഇവർ വളർന്നു വലുതാകുമ്പോ എന്തായി തീരുമെന്ന് താൻ ആലോചിച്ചിട്ടുണ്ടോ? വലിയ കോമാളികൾ, മുഴുത്ത തെണ്ടികൾ. ഇതിലും ഭേദം അവരെ തെരുവിൽ തന്നെ വിട്ടേക്കുന്നായിരുന്നില്ലേ? തമ്മി തല്ലിയും തലകീറി ഒന്നുമില്ലെങ്കിലും സ്വന്തം കാര്യം നോക്കാനുള്ള കഴിവെങ്കിലും അവറ്റകൾക്കുണ്ടായനെ. ഇപ്പോഴും തീരെ വൈകിട്ടൊന്നുമില്ല. ടൗണില് അരമന വക ഒരു ഓർഫനേജ് ഉണ്ട്. അവരെ അവിടെ ആക്ക്. ചെലവും നടക്കും, പഠിത്തവും നടക്കും. എന്നിട്ട് താൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കും, ഞാൻ സഹായിക്കാം. കൂട്ടത്തിൽ കൂടെ പഠിത്തം മുഴുവനാക്കാൻ നോക്ക്. ഒടുവിലൊരു സ്ഥിതിയിലാവുമ്പോ ഉള്ളതിലൊരു ഓഹരി ഇങ്ങനെയുള്ള ധർമ്മസ്ഥാപനങ്ങൾക്ക് കൊടുത്തേക്ക്. അത്രയ്ക്കുള്ള ത്യാഗമൊക്കെ മതി. പോരച്ചോ. അങ്ങനെ ഒളിച്ചോടി പോകാനായിരുന്നെങ്കിൽ അച്ഛനൊരു കാര്യം മറന്നു. ഞാൻ അനാഥനല്ല, എന്നെ അനാഥനാക്കിയതാണ്. അതുപോലെ തന്നെയാണ് ആ കുട്ടികളും. ആരും അനാഥരായിട്ട് ജനിക്കുന്നില്ല അച്ഛോ. എന്റെ കുട്ടികളെ ഞാൻ ഒരിക്കലും ഓർഫനേജിലേക്ക് പറഞ്ഞയക്കില്ല. അവർ അനാഥരല്ല, അവർക്ക് ഞാനുണ്ട്. ഉറപ്പാണ് അല്ലേ? അതെ. ആ, എന്ത് ചെയ്യാനാ? മുൾപ്പടർപ്പിലൂടെ ഗാകുൽത്തായിലേക്ക് കയറാനാ ചിലർക്ക് വാസന. കേറിക്കോ, ഇരിക്ക്. ഇയാളെന്തൊരു ഇരിക്കടോ. കുടിക്കാൻ കുറച്ച് വൈൻ എടുക്കട്ടെ. വേണോന്നോ വേണ്ടെന്നോ? വേണ്ട. ആ, എന്നാ വേണ്ട. രാവിലെ വൈൻ കുടിക്കുന്ന ബോറ. ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതല്ല. താൻ കടന്നു വന്ന വഴികൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഇട്ടെറിഞ്ഞിട്ട് പോയേനെ. കർത്താവിന്റെ മുമ്പിൽ താൻ വലിയവനാടൂ. താൻ തോൽക്കാനോ തന്റെ മനസ്സ് തളരാനോ പാടില്ല. ഞാനുണ്ട് തന്റെ കൂടെ. താൻ ഈ കുട്ടികളെ വളർത്തണം, പഠിപ്പിക്കണം, തന്നേക്കാ വലിയവരാക്കണം. പള്ളി വക സ്കൂളുണ്ട് ഇവിടെ. കുട്ടികളെ അവിടെ ചേർത്ത് പഠിപ്പിക്കാം. പള്ളി വക കുറച്ച് സ്ഥലം എന്തെങ്കിലും പേരിന് മാത്രം വാടകയ്ക്ക് വിട്ടുതരാൻ കമ്മിറ്റിക്കാരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. അവിടെ ഒരു കിടപ്പാടം വെച്ച് കെട്ടണം. ആ, എല്ലാത്തിനും ഇയാളും തലയാട്ടി എങ്ങനെയാടൂ? കുട്ടികളെ സ്കൂളിൽ ചേർത്താൽ മാത്രം പോരാ. അവർക്ക് യൂണിഫോം വേണം, പുസ്തകം വേണം, 3 നേരം ഭക്ഷണം വേണം. എവിടെ നിന്ന് എടുത്തു കൊടുക്കും? താൻ ഒരാളെ ഒറ്റയ്ക്ക് കവലേച്ചെന്ന് കാരണം പറഞ്ഞ് അതിനുള്ള വക ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ അതിനുള്ള വഴി നോക്കണം. 5-6 ആട്, കുറച്ച് കോഴി, അങ്ങനെ ചില്ലറ ഇടപാടി തുടങ്ങാൻ നോക്കാം. ആദ്യം ഒരു ചെറിയ ഫാം. പക്ഷേ അതിനുള്ള പണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമല്ലോ. പോരാത്തിന് കുറച്ചു വല്ലതൊക്കെ എന്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ കാണും. പാതിരിക്ക് എന്തിനാണോ സ്വകാര്യ സമ്പാദ്യം? അതിങ്ങനെ നല്ല കാര്യത്തിന് ഉപകരിക്കട്ടെ. അച്ഛോ. വഴിമാറു കുട്ടികളെ. വഴി നിന്ന് മാറു കുട്ടികളെ. ഒന്ന് മാറാൻ മനസ്സില്ല.
വാ. ആ. ഉം. ആ വണ്ടിയിൽ വന്ന കുട്ടികളെവിടെ? എന്താ കാര്യം? അത് തന്നോട് പറയാനുള്ളതല്ല. താൻ ചെന്ന് അവരുടെ അച്ഛനെയും വിളിച്ചോണ്ട് വന്നേ. അവരുടെ അച്ഛനെ. എന്താ അവർക്ക് അച്ഛനില്ലേ? ഉണ്ടുണ്ട്. ആ എന്നാ ചെന്ന് വിളിച്ചോണ്ട് വാ. വിളിക്കണം. ശരി, വിളിക്കാം. കുട്ടികളുടെ അച്ഛനെയല്ലേ അന്വേഷിച്ചത്? ഇതാണ് അവരുടെ തന്ത, ഞാൻ, ഇവിടുത്തെ ഗൃഹനാഥൻ. ഇനി വന്ന കാര്യം പറഞ്ഞോളൂ. കാര്യം എന്താന്ന് വെച്ചാ പറ വെച്ചേ, എനിക്ക് വേറെ പണിയുണ്ട്. ആ കുട്ടികളും വണ്ടിക്കാരനെ ഞങ്ങളെ വഴി വെച്ച് തള്ളിയിട്ടു. ദേ നോക്ക്, എന്റെ കാല് പൊട്ടി. അവർക്ക് രണ്ടുപേർക്കും ഫ്രാക്ചർ ഉണ്ട്. ഷോ, കഷ്ടമായി പോയി. മക്കളൊരു കാര്യം ചെയ്യും, വേഗം ഏതെങ്കിലും ആശുപത്രി പോ, സമയം കളയണ്ട. സ്റ്റുപ്പിഡ്. തന്റെ സിമ്പതി ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അയ്യോ, പിന്നെ മക്കൾക്ക് എന്തോ വേണം? ആ കുട്ടികളും വണ്ടിക്കാരനെ ഞങ്ങളോട് മാപ്പ് പറയണം. മാപ്പ് പറയണം? എനിക്ക് വിരോധമില്ല, വാ വരാൻ. ഈ ചേച്ചിയോട് നിങ്ങൾ മാപ്പ് പറയണമെന്ന്. നിങ്ങൾ മാപ്പ് പറയുന്നോ? ഇല്ലേ? അയ്യോ, അവർക്ക് വയ്യെന്ന്. പിന്നെങ്ങനെ? കുഞ്ഞാപ്പിച്ചേട്ടാ, ഓ, നിങ്ങൾ പറയുന്നോ? അത് പറയായിരുന്നു. പക്ഷെ ഇത്രയും പ്രായമുള്ള ഞാനേ ഈ പൊടിപ്പിള്ളയുടെ അടുത്ത് മാപ്പ് പറയാന്ന് പറഞ്ഞാൽ അത് കഷ്ടമല്ലേ? അത് കഷ്ടാ. ഇനിയിപ്പോ എന്തോ ചെയ്യും? അയ്യോ, ശരിക്കല്ലേ, ഇതിന് ദേഷ്യം വരും. നോക്കിക്കോ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ആ, ഇനി എല്ലാരും ചിരിച്ചേ. കുട്ടികളെ കൊണ്ടല്ല, അയാളെ കൊണ്ട് മാപ്പ് പറയിക്കണം. കൺട്രി, അവന്റെ അഹങ്കാരം കണ്ടായിരുന്നോ? അങ്ങനെ അങ്ങ് തോറ്റെടുക്കാൻ പാടില്ല. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം. എനിക്കവിടെ ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. കാരാട്ടയും കുങ്ഫു ചേർത്ത് രണ്ടങ്ങോട്ട് കൊടുത്താലെന്ന് കരുതിയതാ. പിന്നെ എന്താണാവോ ബ്രൂസ്ലി ചേട്ടൻ കയ്യും കെട്ടി അങ്ങ് നിന്ന് കളഞ്ഞത്? അത് പിന്നെ ആനിമോള് ചോദിച്ചല്ലേ ഞങ്ങളുടെ നേതാവ്. ആ നേരത്തൊരു സിഗ്നലിംഗ് ഒന്നുകൂടായിരുന്നു. ഞാൻ ദേ ഇങ്ങനെ അങ്ങോട്ട് എന്റെ കർത്താവേ, പിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ യോഗ ഉണ്ടെന്ന് ജാതകത്തിൽ പറഞ്ഞത് നേരായി. എടാ യോഹന്നാൻ കുഞ്ഞെ, അരുമ സന്താനമേ, നീ ഇപ്പൊ അപ്പച്ചനെ കൊന്നു കളഞ്ഞാലോടാ. ഏട്ടാ നിന്റെ പോട്ടെ അങ്കിൾ, യോഹനാൻ കുഞ്ഞിന് ഒരു അബദ്ധം പറ്റിയതല്ലേ? ഓ, ഇതുപോലൊരു 4-5 അബദ്ധം കാണിച്ചാ അപ്പച്ചന്റെ ചീട്ട് എളുപ്പം വെട്ടാം. എടാ ശലമോൻ കുഞ്ഞെ, നിന്റെ അടുത്തും കാണണല്ലോ ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ. അപ്പച്ചനിട്ട് തന്നെ തരണട്ടാ. ചിരിക്കുന്ന കണ്ടില്ലേ അവള്? തേരട്ടെ പോലെ ഇഴഞ്ഞു നടന്ന പിള്ളേരാ. വെക്കേഷന് നീ വന്നത് മുതലാ ഇവരുടെ ചാടലും പറക്കലും ഒക്കെ. കണ്ടോ കണ്ടോ, ഇപ്പൊ ഞാനായി പ്രതി. വേണ്ട, ഞാൻ നാളെ തന്നെ അങ്ങ് പോയേക്കാം. കേസ് തീരുമല്ലോ. അയ്യേ, ഞാൻ തമാശ പറഞ്ഞതല്ലേ അനിമോളെ. വേണമെങ്കിൽ നീയും അങ്കിളിട്ട് 2 തന്നോ, തയ്ച്ചോളാം. ജാതകത്തിൽ ഇനി അതും കൂടി ചേർത്താ മതിയല്ലോ. ഔസേപ്പച്ചോ. എന്താ കുഞ്ഞിനാമേ? കുളി കഴിഞ്ഞായിരുന്നോ? വല്ലോ തല നല്ലോണം തോർത്തിയോ? ഉവ്വ്. പനി പിടിക്കണ്ട. ഉം. ആ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായ വേണോ കാപ്പി വേണോ? അല്ലെങ്കിൽ വേണ്ട, കുളിക്കാൻ പോകുന്നതിന് മുമ്പല്ലേ ചായ കുടിച്ചത്. ഹോർലിക്സ് ആയാലോ? അത് വേണ്ട, നമുക്ക് ബൂസ്റ്റ് എടുക്കാം. എന്റെ പൊന്നു കുഞ്ഞന്നാമേ, നീ എന്നെ ഇങ്ങനെ പരിപോഷിപ്പിക്കാതെ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണോന്ന് എനിക്ക് കൊതിയുണ്ട്. ആ, വേണ്ടെങ്കി വേണ്ട. അല്ലെങ്കിലും കഞ്ഞിയും കപ്പയും കഴിച്ചിട്ടുള്ള പാരമ്പര്യമല്ലേ നിങ്ങൾക്ക്? കേട്ടോടി ആനിമോളെ, തിന്നണേയും കുടിക്കണേയും കാര്യം പറയുമ്പോ ഈ ഔസേപ്പച്ചന് എപ്പോഴും ഒരു ഇടം തിരിവാ. നിന്റെ അപ്പച്ചനോ മറ്റോ ആയിരുന്നിരിക്കണം. വിളമ്പി വെച്ചാൽ തിന്നുന്ന കണ്ട് വിളമ്പിയോരുടെ മനസ്സ് അറിയും. അതിന് മരിച്ചുപോയ ഇവരുടെ അപ്പച്ചൻ എന്തിനാ?
നിലവിലുള്ള നമ്മളെ 2 സന്താനങ്ങൾ മതിയല്ലോ നിന്റെ മനസ്സ് നിറയ്ക്കാനും എന്റെ തടി കേടാക്കാനും. അന്നത്തെ നിന്ദിക്കാതെ ഔസേപ്പച്ചോ, കർത്താവ് പൊറുക്കത്തില്ല. അപ്പച്ചൻ അങ്ങനെയൊക്കെ പറയും. എന്റെ മക്കൾക്ക് എന്താ വേണ്ടത്? ജ്യൂസ് എടുക്കട്ടെ? ഓറഞ്ച് വേണോ, ആപ്പിൾ വേണോ? ആനിമോക്കോ? ആന്റിയുടെ ചോദ്യം കേൾക്കുമ്പോഴേ എനിക്ക് കഴിച്ച പോലെയാ. ഒന്നും വേണ്ട. ആർക്കും ഒന്നും വേണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഈ അടുക്കള കിടന്ന് അറിയിക്കുന്നു? പിണങ്ങിയ പോക്ക്. ഇനി ഒന്നും ഉണ്ടാക്കണ മട്ടില്ല. സാരില്ല, ഒരു ദിവസമെങ്കിലും സുഖമായിട്ട് അത്താഴപ്പട്ടിണി കിടക്കാനോ. ഔസേപ്പച്ചോ, അയ്യോ. അത്താഴത്തിന് എന്താ വേണ്ടേ? കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ? ആ, ഇതെവിടെ ഉണ്ടെന്ന് കോഴി. എന്നാ കണ്ണാരം പൊത്തി പൊത്തി കടക്കാരും തേടി തേടി കള്ളനെ പിടിച്ചോണ്ട് വാ. മര്യാദക്ക് ഓരോരുത്തരായി ചെന്ന് ആനിമോള് ചോദിച്ചിട്ട് മാപ്പുറ. എന്തിനെന്നോ? ഇന്നലെ ഞങ്ങള് വീട്ടിൽ ഞങ്ങളെ വീട്ടിൽ നിന്നല്ലോ, വീണതല്ലേ? ചേട്ടന്മാരാണോ തർക്കുത്തരം പറയുന്നത്? ചെല്ല്, മിണ്ടാണ്ട് പോയി മാപ്പുറ. മനസ്സില്ല, മനസ്സില്ല. മനസ്സില്ലേ? ചുമ്മാ ചെന്നൊന്ന് വരട്ടാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. യോഹന്നാൻ കുഞ്ഞെന്തിനാ കുട്ടിയെ തള്ളിയിടാൻ പോയേ? ഷപ്പിന് കയറി ഒന്ന് പിടിച്ചതേ ഉള്ളൂന്നേ. അലച്ചും കടി താഴെ വീഴുന്ന ഞാൻ കരുതിയോ? കഷ്ടമായി പോയി. കൊച്ചു കുട്ടിയല്ലേ, അതിന് നൊന്ത് കാണൂലേ? നമ്മള് മുതിർന്നവര് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്റെ പിള്ളേരേച്ചെല്ലാം പള്ളിയിൽ വെച്ച് അപ്പച്ചോട് പറയുന്നത് ഞാൻ കേട്ടാ. എന്താ പ്രശ്നം? അമ്മേ, എന്താ വേദന കണ്ടെന്ന് എവിടെ നിന്ന് പുത്രയും പിള്ളേരും? പോക്കൃത്തരം കാണിക്കുന്നില്ലേ അവരതിര്? ആ ഔസേപ്പച്ചൻ ആരാണെന്നാ കരുതിയേ? ഈ ഇടവകയിലെ ഒരു പ്രമാണി, പള്ളി കമ്മിറ്റിയുടെ ഖജാൻജി, ഇടവക സ്ഥലം സൗജന്യ വാടകയ്ക്ക് വിട്ടുവന്നതേ ഔസേപ്പച്ചൻ കൂടെ ചേർന്നാ. എന്നിട്ട് ഒടുക്കം കേട്ടപ്പോ ഞാൻ കൊച്ചായി പോയി. കുട്ടികളല്ലേ അച്ചോ, അറിയാതല്ല, അറിവ് കൂടിപ്പോയിട്ടാ. അഹമ്മതി, നകളിപ്പ്, എറിയാൻ വേറെ ഒന്നും കിട്ടിയില്ല. മൊട്ടേ, കോഴിമുട്ട, അത് 1 2 അല്ല 10 അത്രയും മുട്ട വിറ്റാ ഒരാഴ്ച ചെലവിനുള്ള കാശ് കിട്ടും. കാശിന് ഗതിയില്ലാതെ വഴി തെന്നിടുന്ന ഇവറ്റകളെ പിടിച്ച് മെത്തേക്ക് എടുത്താൻ നോക്കിയത് എന്റെ തെറ്റ്. അത്രയും പറഞ്ഞാൽ മതിയല്ലോ. നിർത്താനല്ലേ പറഞ്ഞേ? അച്ഛൻ പറഞ്ഞ ശരിയാ. തെണ്ടി പിള്ളേര് നന്നാവത്തില്ല. എല്ലാം എന്റെ തെറ്റാ. ഇടവക പ്രമാണിയുടെ മക്കൾ, അവർക്ക് എന്തോ ആവല്ലോ. അതുപോലെയാണോ തെരുവിൽ വളർന്നിവര്? ഞാനത് ഓർത്തില്ല. പെട്ടെന്നുള്ള ക്ഷോഭം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. താൻ ക്ഷമിക്ക്. ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. തന്നെ ഈ കുട്ടികളെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ചുപോയി. കുട്ടികളെ പറ്റി പറഞ്ഞു കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. ബാ, താൻ കുട്ടികളെ ഒരുപാട് തല്ലി. കരയണ്ട കേട്ടോ.
എന്താ ആരും ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? ഓ, തല്ലിയതിലുള്ള പ്രതിഷേധം. തോന്നിവാസം കാണിച്ചാ പിന്നെ തല്ലാതിരിക്കാൻ പറ്റുമോ? അതിന് ആഹാരത്തോടെ പണങ്ങുന്നത് എന്തിനാ? വാ, വന്ന് വല്ലതും കഴിക്കേ. വരില്ലല്ലേ? അങ്ങനെയാണോ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, 10. ദേ, ഏത്ത വിട്ടു. ഇനി വന്നില്ലേ ചേട്ടൻ പിണങ്ങും. നോക്ക്, നല്ല കുട്ടികളാണെന്ന് എല്ലാരെയും കൊണ്ട് പറയിക്കണ്ടേ? എന്നാലല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ചേട്ടനൊരു അഭിമാനമുള്ളൂ. ദേ, ചേട്ടന് ഭയങ്കര വിശപ്പ്. വന്നെല്ലാരും റെഡി? 1, 2, 3. വരില്ലല്ലേ? വേണ്ട. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട. ആ, അതിയല്ലേ അത് പിണക്കം മാറിയോ? എനിക്ക് തുടങ്ങാം. കണക്കായി പോയി. കറന്നുകൂട്ടി ചെന്ന് കല്ലെറിഞ്ഞിട്ട് അവസാനം കുത്തു കൊണ്ടപ്പോ ഇവിടെ വന്ന് ചിണുങ്ങ. ഔസേപ്പച്ചന്റെ മക്കൾ പിന്നെ പോട്ടെ, താടിമാടന്മാര് വിവരമില്ല. അതുപോലാണോ നീ കുറച്ച് ലോകം കണ്ടതല്ലേ, 4 ലക്ഷം പഠിച്ചതല്ലേ? എന്ന് കരുതി അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് ഞാനത് വകവെച്ചു കൊടുക്കണോ? ആഫ്റ്റർ ഓൾ ഹൂ ഈസ് ഹി? ആ, അവൻ ആരാന്ന് നിനക്ക് അറിയില്ല, അതുകൊണ്ടുണ്ടായ കുഴപ്പാ. ആരായാലും എനിക്കെന്താ, കണ്ടാലറിയാം. കള്ള ലക്ഷണ മുഖത്ത്. ഫാദർ എന്തിനാ ചിരിക്കുന്നത്? യു ആർ ടീസിംഗ് മീ. നോ മൈ ഡിയർ, ഐ എം സീരിയസ്. അനിമോള് ബൈബിൾ പഠിച്ചിട്ടില്ലേ? വാ, നമുക്ക് അല്പം നടക്കാം. കുക്ഷപ്പേടിനെയും അയാളുടെ കുഞ്ഞാടുകളെയും കുറിച്ച് അറിയുമോ നിനക്ക്? ഈ മലഞ്ചെരുവിൽ എബിയെയും കുട്ടികളെ ആദ്യം കണ്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നേ. ഇപ്പൊ അനിമോക്ക് തോന്നുന്നില്ലേ എബിയോടും കുട്ടികളോടും അങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ലായിരുന്നെന്ന്? സോറി, ഐ എം റിയലി സോറി.